എല്ലാവരും പറയും ടീനേജിലാണ് പ്രോബ്ലം വരുന്നത് അല്ലെ. നമുക്കൊക്കെ ടീനേജിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡിസിഷൻ എടുക്കാത്ത പ്രശ്നം, അപ്പൊ സമയം നല്ല രൂപത്തിൽ ചെലവഴിക്കാത്ത പ്രശ്നങ്ങൾ കുറെ ഉണ്ടാവും. അപ്പൊ ടീനേജിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യമായി. പക്ഷെ ആരും അത് ഏറ്റെടുക്കില്ല. കാരണം എന്താ, അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് അല്ല എന്നാണ് പലരും പറയും. പലരോട് ഞാൻ എന്റെ മെന്റേഴ്സിനോട് പറഞ്ഞപ്പോ അത് ചെയ്യല്ല, അതിനൊരു പ്രോഫിറ്റ് വരാനില്ലാണ്. ഞാൻ അത് പ്രോഫിറ്റിന് ബേസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. കാരണം എന്റെ സൗണ്ട് ഒരിക്കൽ നഷ്ടപ്പെട്ട് തിരിച്ചു വന്നതാണ്. അപ്പൊ ആ സൗണ്ട് തിരിച്ചു വന്നപ്പോ എനിക്ക് എന്റെ സൗണ്ടിലൂടെ എനിക്ക് ഇത് തിരിച്ചു കിട്ടിയപ്പോ അതിലൂടെ ഒരുപാട് പർപ്പസുകൾ എന്റെ ലൈഫിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ടീനേജിനെ എംപവർ ചെയ്യുക, അവർക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുത്ത് അവരെ ഹീൽ ചെയ്ത് അവരെ ഫോക്കസ്ഡ് ആയിട്ട് വളർത്താൻ നമ്മൾ പറ്റുന്ന സഹായം ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒരു 3 മാസത്തെ കോച്ചിങ് വരുന്നുണ്ട്. 3 മാസത്തെ കോച്ചിങ് എന്ന് വെച്ചാൽ ഇതൊന്നും എഡ്യൂക്കേഷൻ അല്ല, സെൽഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്റെ സമയവും എന്റെ മണിയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വളർന്നു തുടങ്ങിയത്, എന്റെ മെന്റാലിറ്റി വളർന്നു തുടങ്ങിയത്. എല്ലാവരും KGF എങ്ങനെ ശബ്ദം ഒറ്റ ഓടിയിട്ട് വലിയ പ്രയാസമല്ലേ, എനിക്കിവിടെ എന്തെങ്കിലും പ്രയാസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കംഫർട്ടാണ്, ഏറ്റവും കംഫർട്ട് KGF-ലോ അങ്ങനെയുള്ള വേദികളിലോ വരുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഉയർന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ കൂടെ ഉള്ളവരിൽ നിന്ന് ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു എനർജി എനിക്ക് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുത്തതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. സെൽഫായിട്ട് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ടൈമും മണിയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുക. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. എന്താണോ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് തിരിച്ചു കിട്ടുക. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഏത് രൂപത്തിലാണ് ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റീവ്നെസ്, പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞത് ശരിക്കും മൈൻഡ് പോസിറ്റീവല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ പേഴ്സണൽ ഗ്രോത്തിന് എന്റെ ഫാമിലി പോലും അറിയില്ല ഞാൻ എത്ര ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ അതിന്റെ റിസൾട്ട് ഇപ്പൊ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ നാട് അല്ലെങ്കിൽ എന്റെ ഫാമിലി, എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഞാനൊരു പ്രൗഡാണ്, അല്ലെങ്കിൽ ശബ്ദമാണ് ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നുള്ളത് കേൾക്കുമ്പോൾ ഞാൻ ബേസിക്കലി ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് ഒരു റഫറൽ തരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണ് ഞാൻ. കാരണം ഇൻ കേസ് നമ്മുടെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബോഡി ചെക്ക് ചെയ്യാൻ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുക എന്റെ മുതലാളിക്ക് എന്നെ കുറച്ച് ശ്രദ്ധ ഉണ്ട്, മുതലാളിക്ക് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്. നമ്മുടെ കൂടെ ടൈം ആയിക്കണം. നമ്മുടെ കൂടെ 2 വ്യക്തികളുണ്ട്, ഒരാള് ഏഞ്ചലും ഒരാള് ഡബിളും ആണെന്ന് വിചാരിക്കും. ഡബിള് നമ്മളെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരുത്തും, ഇന്നാവട്ടെ നാളാവട്ടെ അത് കഴിയട്ടെ, എല്ലാ കാര്യങ്ങളും കഴിയട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യും. എന്റെ ഒരു കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാവരും നമുക്ക് സെൽഫായിട്ടുള്ളത്. പക്ഷെ ഏഞ്ചൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ അവരെ നോക്കില്ല. നമ്മളുടെ ഏത് തൊഴിലാളിയോടാണ് കൂടുതൽ നമ്മൾ കൂറ് കാട്ടുന്നത്, ആ തൊഴിലാളി കൂടുതലായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതാണ്, മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കൂടെ ഈ 2 വ്യക്തികൾ എപ്പോഴും ഉണ്ട്. നമുക്ക് ആരുടെ ഹെൽപ്പാണ് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസിലേക്ക് പോകാൻ പറ്റും. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, വെൽത്ത് 4 ഏവറേജ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു കുറവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏവറേജിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ സെൽഫായിട്ട് ഒരു ഡിസിഷൻ എടുക്കാം. എനിവേ തീർച്ചയായിട്ടും KGF-നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കും എന്റെ ഫാമിലിക്കും പ്രൗഡാണ്. എന്റെ ഉപ്പ എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് KGF-ൽ നിന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, സിനിമാരോട് ചോദിച്ചു നോക്കുന്നതാണ് പറയുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഏതൊരു ഉപ്പയ്ക്കായാലും ഏതൊരു ഭർത്താവിനാണെങ്കിലും നമ്മളുടെ വീട്ടിലെ ഒരു സിസ്റ്റർക്കാണെങ്കിലും KGF-ലേക്ക് ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ വളരെ കോൺഫിഡന്റ് ആയിട്ട്, വളരെ സെക്യൂർ ആയിട്ട്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ പറഞ്ഞയക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. താങ്ക് യു ഓൾ. ഐ വിഷ് മോർ പവർ ടു യു.